ഹായ്, നമസ്തേ. ബഡ്ജസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് ധർമ്മസ്ഥലയിലാണ്. എല്ലാവർക്കും അറിയാം, കുറേയധികം നാളുകൾക്ക് മുമ്പ് വളരെയധികം വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രം കൂടിയായിരുന്നു ഈ ധർമ്മസ്ഥല. അപ്പോൾ ആ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് അന്നപ്രസാദവും സ്വീകരിച്ച് ഞങ്ങൾ നേരെ പുറപ്പെട്ടത് ധർമ്മസ്ഥലയിലേക്കാണ്. അപ്പോൾ കുക്കയിൽ പോകുന്നവർക്ക് വരാൻ പറ്റിയ മറ്റൊരു സ്ഥലം കൂടിയാണ് ധർമ്മസ്ഥല. കുക്കയിൽ നിന്നും ഏകദേശം 53 കിലോമീറ്റർ ദൂരെയാണ് ഈ ധർമ്മസ്ഥലയുള്ളത്. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ വലതുഭാഗത്തായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന രഥങ്ങൾ അവിടെ ഒരു ഓർമ്മ പോലെ വെച്ചിട്ടുണ്ട്. ആ ക്ഷേത്രത്തിലെ രഥങ്ങളല്ല, മറ്റു പല ക്ഷേത്രങ്ങളിലും ഉപയോഗിച്ചിരുന്ന രഥങ്ങളാണ്. ബ്രഹ്മരഥം എന്നാണ് ഇത് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പേരും അതേത് ക്ഷേത്രത്തിൽ ഉപയോഗിച്ചതാണെന്നും എത്ര വർഷം മുമ്പ് നിർമ്മിച്ചതാണ് എന്നും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ കുക്കയിൽ നിന്നും 2:30 പുറപ്പെട്ട ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ധർമ്മസ്ഥലയിലെത്തി. ക്ഷേത്രം വൈകിട്ട് 5 മണി തൊട്ടാണ് ദർശനം തുടങ്ങുന്നത്. അപ്പോൾ ഇനി 1 മണിക്കൂറോളം സമയം നമുക്ക് ഇവിടെയുണ്ട്. എന്ത് ചെയ്യും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ക്ഷേത്രത്തിനടുത്തായിട്ട് തന്നെ ഇതുപോലെയൊരു പാർക്കുണ്ട്. ഈ പാർക്കിൽ പ്രവേശനം തികച്ചും സൗജന്യമാണ്. ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് ഈ ക്ഷേത്രത്തിലുണ്ട്. അതുപോലെ നല്ലൊരു കാലാവസ്ഥയാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ചെറിയൊരു മഴയും കൂടെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തണുപ്പും കൂടി നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് പേര് ഇരുന്നപ്പോഴേക്കും തുട്ടിപ്പട്ടാളത്തിന് ഇരിക്കാൻ വയ്യ. ആ പാർക്ക് മുഴുവനും ഒന്ന് കറങ്ങി വരാനായിട്ട് അവർ തീരുമാനിച്ചു. അവരെ മാത്രം വിട്ടാൽ ഇനി ഈ പാർക്ക് ഉണ്ടാകുമോ എന്നറിയാത്തതുകൊണ്ട് അവരോടൊപ്പം ഞാനും പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ മ്യൂസിക്കൽ ഫൗണ്ടനും ചെറിയ ചെറിയ ശില്പങ്ങളും അക്വേറിയങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഈ ക്ഷേത്രത്തിൽ എത്തുകയാണ് എങ്കിൽ, ഈ പറഞ്ഞ പോലെ 5 മണിക്കാണ് ക്ഷേത്രം തുടങ്ങുന്നത്, നിങ്ങൾ 2 മണി 2:30 എത്തുന്നു എങ്കിൽ നിങ്ങൾ എങ്ങനെ സമയം കളയും എന്നാലോചിച്ച് ബുദ്ധിമുട്ടണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സമയം ചെലവഴിക്കാൻ ധാരാളം സ്ഥലങ്ങളുണ്ട്. ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ടൊരു മറ്റൊരു സൈൻ ബോർഡാണ് ഓൾഡ് കാറിൻ്റെ ഒരു മ്യൂസിയം. പലരും പറയുന്നുണ്ടായിരുന്നു അവിടെ ഉറപ്പായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് എന്നുള്ളത്. പക്ഷേ ഈ മ്യൂസിയത്തെപ്പറ്റി ഞങ്ങൾ അറിയുന്നത് ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങിയപ്പോഴേക്കും ആ മ്യൂസിയത്തിൻ്റെ സന്ദർശന സമയം കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം ഈ ഓൾഡ് വിൻറ്റേജ് കാർ മ്യൂസിയമാണ്. പലതരത്തിലുള്ള കാറുകൾ അവിടെ ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഞങ്ങൾക്ക് മിസ്സായി. നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ പോണ്ടും നല്ല നല്ല മത്സ്യസമ്പത്തും നമുക്കവിടെ കാണാനായിട്ട് കഴിയും. കുട്ടികൾക്ക് എന്തായാലും എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പാർക്ക്. ഏകദേശം 1 ഏക്കറിൽ കൂടുതൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പാർക്കാണ് ഇത്. ഇനി കുറച്ച് പാർക്കിലെ കാഴ്ചകൾ നമുക്ക് കാണാം.
അങ്ങനെ ഏകദേശം നട തുറക്കാറായ സമയമായപ്പോഴേക്കും ക്ഷേത്രത്തിൽ നിന്നും മണിശബ്ദങ്ങളൊക്കെ കേട്ടു. നട തുറക്കാറുള്ള സമയമായി എന്നുള്ളൊരു വാണിംഗ് സൗണ്ടാണ്. അത് കേട്ടപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കൂടി പാർക്കിൽ നിന്നിറങ്ങി നേരെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് കയറി. അപ്പോൾ 100, 200 അങ്ങനെ പല ദർശനത്തിനുള്ള ടിക്കറ്റുകളുണ്ട്. പക്ഷേ അവിടെ അന്വേഷിച്ചപ്പോൾ ഇന്ന് തിരക്ക് വളരെ കുറവാണ്. നിങ്ങൾ സർവ്വദർശനത്തിന് കയറിയാൽ, അതായത് ഫീസൊന്നും കൊടുക്കാതെ കയറിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തൊഴുതു വരാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ സർവ്വദർശനത്തിലേക്ക് കയറി. പറഞ്ഞ പോലെ തന്നെ വളരെ കാലിയാണ്. ഏകദേശം ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എത്തിയപ്പോഴേക്കും വളരെ വലിയൊരു ക്യൂ ആയിരുന്നു. അന്ന് തൊഴുവാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ ഒരു അനുഗ്രഹം എന്നുകൊണ്ടായിരിക്കാം ഇത്തവണ ഞങ്ങൾ മാത്രമാണ് ആ ക്യൂവിൽ ആദ്യം ഉണ്ടായിരുന്നത്. മുന്നോട്ട് പോകുന്തോറും കുറച്ച് ആളുകൾ വന്നു എന്നല്ലാതെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ പോലെയല്ല. ഇപ്പോൾ ക്ഷേത്രം ഒരുപാട് പുരോഗമനത്തിൻ്റെ പാതയിലാണ്. ക്യൂ കോംപ്ലക്സും കാര്യങ്ങളൊക്കെ മാറിയതാ. ഇതൊക്കെ ക്യൂ കോംപ്ലക്സ് ആണ്. അങ്ങനെ 20 മിനിറ്റ് കൊണ്ട് മഞ്ജുളേശ്വരനെ തൊഴുത് ഇറങ്ങുവാനായിട്ടുള്ളൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചു. അപ്പോൾ ഇതുപോലെ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇതുപോലെ തൊഴുവാനായിട്ട് അവസരം കിട്ടും. പിന്നെ പോകുന്നവർ എന്തായാലും അവിടുത്തെ അന്നപ്രസാദം കൂടെ സ്വീകരിക്കണം. തിരുപ്പതിയിലെ പോലെ തന്നെ ഇവിടെയും അന്നപ്രസാദത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞങ്ങൾക്ക് കഴിക്കുവാനായിട്ട് സാധിച്ചില്ല. 7 മണി കഴിഞ്ഞിട്ടാണ് അന്നപ്രസാദം ഉള്ളത്. അപ്പോൾ പോകുന്നവർ ഉറപ്പായിട്ടും ഭഗവാന്റെ അന്നപ്രസാദവും സ്വീകരിച്ച് മടങ്ങുക.